everyone, welcome back to Catalyst Education. അപ്പോൾ മക്കളെ നമ്മുടെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇ ബിസിനസ് വേഴ്സസ് ഇ കൊമേഴ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കേൾക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് എന്ത് ഇ ബിസിനസ്, ഇ കൊമേഴ്സ് എന്നുള്ളതൊക്കെ. അത് എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു കുഞ്ഞു ഡിഫറൻസസ് ഉണ്ട് അവർ തമ്മിൽ, അത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇ കൊമേഴ്സ്, എന്താണ് ഇ ബിസിനസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ തമ്മിലുള്ള ഡിഫറൻസ് പോയിന്റ് ഔട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ എന്താണ് ഇ ബിസിനസ് എന്നുള്ളത് നോക്കാം. ഇ ബിസിനസ് അഥവാ ഇലക്ട്രോണിക് ബിസിനസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: യൂസിങ് ദ ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി ടു ക്യാരി ഔട്ട് ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസും നമ്മൾ ഒരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസും ഒരു ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിന്റെ സഹായത്തിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരുന്നുണ്ട് നോക്കാം. അതില് സെല്ലിംഗ്, ബൈങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ല വരുന്നത്, ഓൾസോ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, നമ്മുടെ സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് നടത്തുക, അതുപോലെ ഫിനാൻസിങ്, കസ്റ്റമർ സപ്പോർട്ട് നൽകുക, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ഒരു ഓൺലൈൻ ത്രൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നമ്മുടെ ബിസിനസിന്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഈ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്, ഒരു ചെറിയ കാര്യമല്ല. സിംപ്ലി നമ്മൾ കാര്യങ്ങൾ വാങ്ങിക്കുന്നു, വിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നുള്ള തുടങ്ങി നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ത്രൂ ചെയ്യുന്നുണ്ട്. സോ ഈ ബിസിനസ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളത് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് പറയാനുള്ളതാണ് എന്ത്, ഇ കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇ കൊമേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് പക്ഷെ നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുകയും വിൽക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ബിസിനസിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ആര്, ഇ കൊമേഴ്സ് എന്നുള്ളത് വളരെ ക്ലിയർ ആയി. നമുക്കറിയാലോ, നമ്മൾ ഓൺലൈൻ ത്രൂ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ OLX പോലെയുള്ള ആപ്പുകളിൽ അത് സെല്ല് ചെയ്യാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് വരുന്നത്, ലൈക്ക് പ്ലേസിംഗ് ഓർഡർ. നമുക്കൊരു സാധനം വേണം, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാധനം കണ്ടുപിടിച്ചു, ഓർഡർ പ്ലേസ് ചെയ്തു, ദെൻ മേക്കിംഗ് പേയ്മെന്റ്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡിലാണെങ്കിലോ പേയ്മെന്റ് നമ്മൾ ചെയ്യും. അത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഡേറ്റിന് നമുക്ക് സാധനം ഡെലിവർ ആവും, പ്രൊഡക്റ്റ് ഡെലിവർ ആവും. അതുപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക്, സാധനം മോശമാണെങ്കിലും മോശമാണെന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ നമ്മുടെ റിവ്യൂ അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇ കൊമേഴ്സിൽ നടക്കുന്നത്. ഈ ബിസിനസ് എന്താണ്, ഇ കൊമേഴ്സ് എന്താണ് എന്നുള്ളത് ഇതോടുകൂടി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡിഫറൻസസ് എന്താണ് എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്യാം. യെസ്, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം, രണ്ട് ടേംസും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ഈ ഒരു ടേബിൾ ഫോമിൽ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് നോക്കാം. ബേസിസ് ആദ്യം തന്നെ നമുക്ക് മീനിങ് നോക്കുകയാണെങ്കിൽ, ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ടക്ടിങ് ഓൾ കൈൻഡ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഓൺലൈൻ വിത്ത് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് IT. ഇന്റർനെറ്റും ITയും യൂസ് ചെയ്തിട്ട് എല്ലാ കൈൻഡ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ബിസിനസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ബൈങ് ആൻഡ് സെല്ലിംഗ് മാത്രമാണ് ഇ കൊമേഴ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, അതിന്റെ ഒരു സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് ബ്രോഡർ സ്കോപ്പ് ആണുള്ളത്. കാരണം അത് കുറച്ചും കൂടി ബിഗർ ടേം ആണ്, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കാര്യമാണ് എന്ത്, ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് എന്താണ്, കുറച്ചുകൂടെ ബ്രോഡർ ആണ്. കൺവേഴ്സ്, ഇ കൊമേഴ്സ്, ഇ മാർക്കറ്റിംഗ്, ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ, കസ്റ്റമർ സപ്പോർട്ട് എക്സെട്ര, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഈ കൊമേഴ്സിന്റെ സ്കോപ്പിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ സ്കോപ്പ് നാരോവർ ആണ്. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, ആളുകള് സാധനങ്ങൾ വാങ്ങിക്കുന്നു വിൽക്കുന്നു, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിരിക്കും.
ഇനി നെക്സ്റ്റ് നോക്കാം ആക്ടിവിറ്റീസ്. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാല് ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ വരുന്നുണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, സെയിൽസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഈ കൊമേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എഗെയിൻ അവിടെ എന്ത് മാത്രമാണ് വരുന്നത്? സെയിൽസ് വരുന്നുണ്ട്, പർച്ചേസ് വരുന്നുണ്ട്. ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെന്റ് നടത്തും, ഓർഡർ ട്രാക്ക് ചെയ്യും നമ്മൾ, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവർ ആവും. അത്രയും ആക്ടിവിറ്റീസ് അവിടെ വരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് നോക്കാം. എത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഈ ബിസിനസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ഈസ് എ പാർട്ട് ഓഫ് ഈ ബിസിനസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ടേം ആണെങ്കിൽ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്തോ എ സബ്സെറ്റ് ഓഫ് ഈ ബിസിനസ്, ഈ ബിസിനസിന്റെ അകത്ത് വരുന്ന ഒരു സബ്സെറ്റ് ആണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? നമ്മൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. സോ ആമസോൺ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉണ്ടല്ലോ, അത് IT യൂസ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് കസ്റ്റമർ സർവീസ് അവർ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഈ ബിസിനസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നേരെ തിരിച്ച് നമ്മൾ ഈ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സാധനം വേണം, ഫ്ലിപ്കാർട്ടിൽ കയറി നമ്മളെ സാധനം വാങ്ങിച്ചു, അത്രയും മാത്രമാണ് എവിടെ വരുന്നുണ്ടായിരിക്കുക? ഈ കൊമേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ബൈങ് എ ഫോൺ ഫ്രം ആമസോൺ വെബ്സൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഫോൺ വേണം, ആമസോണിൽ കയറി നമ്മൾ ഫോൺ വാങ്ങി. അതല്ല, നമുക്കൊരു ഷൂ വേണം, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറി ഒരു ഷൂ വാങ്ങി. അത് മാത്രമായിരിക്കും എന്തിൽ വരുന്നുണ്ടായിരിക്കുക? ഈ കൊമേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. സോ ക്ലിയർ ആണല്ലോ? ഈ കൊമേഴ്സ് വേഴ്സസ് ഈ ബിസിനസ് ഇനി ആർക്കും എന്തായി പോവരുത്? മാറിപ്പോവരുത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യവും ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ അകത്ത് വരുന്ന ഒരു ചെറിയ കാര്യവുമാണ് എന്നുള്ളത് എല്ലാവരും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എന്ത് ചെയ്യുക? അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.